ഹലോ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്ക് ടെക്നിക്കിലെ സെക്കൻഡ് മെത്തേഡായ CPM മെത്തേഡാണ്. അതായത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പേർട്ട് അനാലിസിസ് എന്താണ് പേർട്ട് ടെക്നിക്കെന്നും എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ അതിൽ എങ്ങനെയാണ് പേർട്ട് ടെക്നിക്ക് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ്, അതായത് CPM മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ CPM മെത്തേഡ് വെച്ചിട്ട് എന്താണ് CPM മെത്തേഡ്, എന്താണ് ഈ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിന് പറയുന്നത് ഞാൻ പേർട്ട് ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ട്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു റിപ്പീറ്റേറ്റീവ് ടൈപ്പ് ഓഫ് വർക്കിൻ്റെ കേസിൽ അതിന് നെറ്റ്വർക്ക് അനാലിസിസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ നോർമൽ കാണുന്ന വർക്കിൻ്റെ കേസിൽ, അതായത് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഒരു ഫാക്ടറി ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അങ്ങനെ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്, ഷോപ്പിംഗ് മോൾ, അതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ്റെ കേസിൽ നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് വെച്ചിട്ട് അതിൻ്റെ ഷെഡ്യൂളിങ്ങും കൺട്രോളിങ്ങും ഒക്കെ ചെയ്യുന്ന കേസിലാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ കേസിൽ പേർട്ടിൻ്റെ കേസിൽ എന്താണ് പറഞ്ഞത്, നമ്മൾ റിസർച്ച് വർക്ക് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് വർക്കിൻ്റെ കേസിൽ, അതായത് നമുക്കൊരു ഓരോ ആക്ടിവിറ്റീസിൻ്റെയും ഡ്യൂറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അത് ഒരു കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡ്യൂറേഷൻ എത്രയാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് പിന്നെ എന്താണ് പ്രീവിയസ്ലി കുറേ അതുപോലത്തെ ഒരു വർക്കിൻ്റെ അകത്ത് നമുക്ക് അനലൈസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് വർക്കാണ് പേർട്ടിനകത്ത് വരുന്നത്. എന്നാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ അങ്ങനെയല്ല. നമ്മൾ അതുപോലെ സിമിലർ ആയിട്ടുള്ള വർക്ക് നമ്മൾ പ്രീവിയസ്ലി ചെയ്തിട്ടുണ്ടാവും. സോ ആ ഒരു പെർട്ടിക്കുലർ വർക്കിന് ഓരോ ആക്ടിവിറ്റിക്കും അല്ലെങ്കിൽ ഓരോ ടാസ്കിനും എത്ര ടൈം പീരീഡ് അല്ലെങ്കിൽ എത്രയാണ് അതിന് ഓരോ ആക്ടിവിറ്റിനും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, അതിനനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ ഇത് നമുക്ക് അസ്യൂം ചെയ്തിട്ട് ഒരു ടൈം പീരീഡ് എന്നുള്ള രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. എന്നാൽ പേർട്ടിൻ്റെ കേസിൽ നമ്മൾ 3 ടൈം എസ്റ്റിമേറ്റ് പഠിച്ചിട്ടുണ്ട് ഒരു ടാസ്കിന് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിക്ക്. എന്നാൽ CPMൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഒറ്റ ടൈം എസ്റ്റിമേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് പേർട്ടും CPM തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ CPM മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് റിപ്പീറ്റേറ്റീവ് ടൈപ്പ് വർക്കിനാണ്. നമ്മൾ യൂഷ്വലി കാണുന്ന ടൈപ്പ് ഓഫ് വർക്കിൻ്റെ കേസിലാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കൂ. ഇതിനകത്ത് വായിച്ചാൽ മനസ്സിലായി. ഞാനിങ്ങനെ ബ്രീഫായിട്ട് ഒരു ഐഡിയ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങളിത് വായിച്ചു നോക്കാം. ഇനി അടുത്തത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. എന്താണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി? ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു പ്രൊജക്റ്റിൻ്റെ അകത്ത് ക്രിട്ടിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് ക്രിട്ടിക്കൽ മീൻസ് എന്താണ് ക്രിട്ടിക്കൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ആക്ടിവിറ്റീസിൻ്റെ ഡ്യൂറേഷനോ അതിൻ്റെ പിന്നെ ഡ്യൂറേഷന് നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ആ ഒരു എൻ്റയർ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷനും അതുപോലെ തന്നെ കോസ്റ്റിനെയും അത് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ ക്രിട്ടിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസിനാണ് നമ്മൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഈ ക്രിട്ടിക്കൽ പാത്തിലെ ആക്ടിവിറ്റീസിനാണ് നമ്മൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് നമ്മൾ യൂഷ്വലി പറയുന്നത്. ഓക്കെ, ഇനി ക്രിട്ടിക്കൽ പാത്ത് എന്ന് വെച്ചാൽ ക്രിട്ടിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്ന പാത്താണ് ക്രിട്ടിക്കൽ പാത്ത്. അത് ഏറ്റവും ലോങ്ങസ്റ്റ് പാത്തായിരിക്കും. നമ്മളൊരു പ്രൊജക്ട് നെറ്റ്വർക്കിൽ ഏറ്റവും ലോങ്ങസ്റ്റ് പാത്തായിരിക്കും ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുമ്പോൾ. നമ്മൾ പേർട്ട് നെറ്റ്വർക്കിൽ നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്തത്? സ്ലാക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നമ്മൾ CPM നെറ്റ്വർക്കിനകത്ത് വരുമ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേർട്ട് നെറ്റ്വർക്കിലെ സ്ലാക്കിന് സിമിലർ ആയിട്ടുള്ള ഒരു വേർഡായിട്ടുള്ള ഫ്ലോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഫ്ലോട്ടും ഫ്രീ ഫ്ലോട്ടും 0 ആവുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണോ അതിനെ കണക്ട് ചെയ്ത് വരക്കുന്ന പാത്താണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുമ്പോൾ CPM നെറ്റ്വർക്കിൽ കേട്ടോ. പേർട്ടിലാണെങ്കിൽ സ്ലാക്ക് 0 ആവുന്ന ആക്ടിവിറ്റീസിൻ്റെ പാത്താണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആക്ടിവിറ്റീൻ്റെ സ്റ്റാർട്ടിങ് ആൻഡ് ഫിനിഷിങ് ടൈം. അപ്പം നമുക്ക് CPM നെറ്റ്വർക്കിനകത്ത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടതെന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു പേർട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇവൻ്റ് ഓറിയൻറ്റഡ് ആയിരുന്നു. എന്നാൽ CPM നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. അതാണ് രണ്ടും നമ്മുടെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ് നമ്മുടെ CPM നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പേർട്ട് ആണെങ്കിൽ ഇവൻ്റ് ഓറിയൻറ്റഡ് ആണ്, CPM ആണെങ്കിൽ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് നെറ്റ്വർക്ക് ഡയഗ്രമാണ് CPM നെറ്റ്വർക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ CPM നെറ്റ്വർക്കിൻ്റെ അകത്ത് ആക്ടിവിറ്റീസിൻ്റെ ടൈം ഏതൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്. ആക്ടിവിറ്റീസിന് മെയിനായിട്ട് ആക്ടിവിറ്റീൻ്റെ സ്റ്റാർട്ടിങ് ടൈമുണ്ട്, അതുപോലെ തന്നെ ആക്ടിവിറ്റീൻ്റെ ഫിനിഷിംഗ് ടൈമുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ടൈമുണ്ട്, ആക്ടിവിറ്റീൻ്റെ ഫിനിഷിംഗ് ടൈമുണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് ടൈം തന്നെ
എന്താണ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം അതുപോലെ തന്നെ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ഉണ്ട്. ഫിനിഷിംഗ് ആണെങ്കിൽ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും. അപ്പോൾ ഒരു ആക്ടിവിറ്റിക്ക് നമ്മുടെ പേർഡ് നെറ്റ്വർക്കിൻ്റെ കേസിൽ നമ്മളൊരു ആക്ടിവിറ്റിൻ്റെ കേസിൽ പറയുകയാണ്, CPM നെറ്റ്വർക്കിൽ ഒരു ആക്ടിവിറ്റിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ 4 ടൈം എസ്റ്റിമേറ്റാണ് ഉള്ളത്. ആക്ച്വലി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന 4 ടൈം എസ്റ്റിമേറ്റാണ്. ഫസ്റ്റ് വൺ EST എന്ന് വെച്ചാൽ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. ഓക്കെ. അടുത്തത് LST എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം. അടുത്തത് EFT ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. അടുത്തത് LFT ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ഇങ്ങനെ 4 ടൈം എസ്റ്റിമേറ്റാണ് ആക്ടിവിറ്റീസിന് ഉള്ളത്. ഓക്കെ. ഇനി അടുത്തത് എന്താണ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, EST എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് വെച്ചാൽ ദ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഫോർ എൻ ആക്ടിവിറ്റി ഇസ് ദ ഏർലിയസ്റ്റ് ടൈം ബൈ വിച്ച് ഇറ്റ് ക്യാൻ കമൻസ്. ഏർലിയസ്റ്റ് ടൈം ബൈ വിച്ച് ഇറ്റ് ക്യാൻ കമൻസ്, അതായത് ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ടൈമിനെയാണ് അതിൻ്റെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത്. ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഫോർ എൻ ആക്ടിവിറ്റി ഈസ് ദ ഏർലിയസ്റ്റ് ടൈം ബൈ വിച്ച് ഇറ്റ് ക്യാൻ കമൻസ്. ഒരു ആക്ടിവിറ്റി കമൻസ് ചെയ്യുന്ന ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ടൈമാണ് അതിൻ്റെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈം അസോസിയേറ്റഡ് വിത്ത് ദ ടെയിൽ ഓഫ് ദി ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റീൻ്റെ ടെയിൽ ഇവൻറ്റിൻ്റെ ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈമാണ് അതിൻ്റെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, ആ ആക്ടിവിറ്റീൻ്റെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത്. അതായത് മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ പറഞ്ഞുതരാം. ഏർലിയസ്റ്റ് ഒരു ആക്ടിവിറ്റി IJ എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയാണ്. I എന്ന് പറഞ്ഞ ഇവൻറ്റ് അതിൻ്റെ ഫസ്റ്റ് ഇവൻറ്റ് പ്രെഡിസിസറും J എന്ന് പറഞ്ഞ സക്സസർ ഇവൻറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം EST എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞത് ഡെഫിനിഷൻ. EST എന്ന് പറയുന്നത് ഇതിൽ ടെയിൽ ഇവൻറ്റ്. ഈ IJ എന്ന് പറയുന്ന ആക്ടിവിറ്റിയിലെ ടെയിൽ ഇവൻ്റ് ഏതാണ്? I ആണ് അല്ലേ. I ആണ് ടെയിൽ ഇവൻറ്റ്. J എന്ന് പറയുന്നത് ഹെഡ് ഇവൻ്റ് ആണ്. അതൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ടെയിൽ ഇവൻറ്റിൻ്റെ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം, അതായത് TE ഓഫ് ith ടെയിൽ ഇവൻറ്റിൻ്റെ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം ആയിരിക്കും അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റീൻ്റെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. അതായത് സിമ്പിൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ടൈം. ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവിടെയുള്ള ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവൻറ്റിൻ്റെ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എന്താണോ അതാണ് അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിനെ കണക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീൻ്റെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. അപ്പോൾ EST ഈസ് ഈക്വൽ ടു ഇത് അറിയേണ്ടതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ EST ഈസ് ഈക്വൽ ടു TEI ആണ്. ടെയിൽ ഇവൻറ്റിൻ്റെ TE വാല്യൂ ആണ്. ഓക്കെ. ഇനി EFT എന്ന് വെച്ചാൽ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമാണ്. ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ഫോർ ആൻ ആക്ടിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ ഏർലിയസ്റ്റ് ടൈം ബൈ വിച്ച് ഇറ്റ് ക്യാൻ ഫിനിഷ്ഡ്. അതായത് ഒരു ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യാൻ ആവശ്യമായ ഒരു ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യുന്ന ഏറ്റവും ഏർലിയസ്റ്റ് ടൈം, ഏർലിയസ്റ്റ് ടൈം ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി ഫിനിഷ്ഡ്. ഒരു ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യുന്ന അതിൻ്റെ ഏർലിയസ്റ്റ് ടൈമിനെയാണ് അതിൻ്റെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം EFT എന്ന് പറയുന്നത്. അപ്പം ഇവിടെ തന്നെ നോക്കുക, ഈ ഒരു ആക്ടിവിറ്റി IJ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യുക എപ്പോഴാണ്? IJ എന്ന് പറയുന്ന ആക്ടിവിറ്റിൻ്റെ ഹെഡ് ഇവൻറ്റ് കംപ്ലീറ്റ് ആയാൽ അല്ലേ. അപ്പോൾ ഹെഡ് ഇവൻറ്റ് എന്ന് പറയുമ്പോൾ ജേത്ത് ഇവൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ ജേത്ത് ഇവൻറ്റ് കംപ്ലീറ്റ് ആവുക എന്ന് പറയുമ്പോൾ എന്താണ് പറയുക? നമുക്കതിൻ്റെ ഏർലിയസ്റ്റ് ജേത്ത് ഇവൻറ്റ് ഒക്കൂർ ചെയ്യുന്ന ടൈം. അപ്പോൾ ആ ജേത്ത് ഇവൻറ്റിൻ്റെ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എന്താണോ അതായിരിക്കും ആ ആക്ടിവിറ്റി IJൻ്റെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? ഈ ജേത്ത് ഇവൻറ്റിൻ്റെ, അതായത് TEJ എന്ന് പറയാം. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഈ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം EFT ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്? അതിൻ്റെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, അതായത് ഹെഡ് ഇവൻറ്റിൻ്റെ ടെയിൽ ഇവൻറ്റിൻ്റെ TE പ്ലസ് ആ ആക്ടിവിറ്റീൻ്റെ ഡ്യൂറേഷൻ TIJ. ഓക്കെ. ഇങ്ങനെ നമുക്ക് പറയാം ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. അല്ലെങ്കിൽ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ഈസ് ഈക്വൽ ടു ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമാണ് TE ഓഫ് I എന്ന് പറയുന്നത്. അപ്പോൾ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം പ്ലസ് ആ ആക്ടിവിറ്റീൻ്റെ ഡ്യൂറേഷൻ TIJ എന്ന് പറയും. ഓക്കെ. അതാണ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. അപ്പോൾ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് വെച്ചാൽ TEI പ്ലസ് TIJ, അതായത് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം പ്ലസ് ആ ആക്ടിവിറ്റീൻ്റെ ഡ്യൂറേഷൻ. ഇനി അടുത്തത് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം. ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈമും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമാണുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം നോക്കാം. അപ്പോൾ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് വെച്ചാൽ ഒരു ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ ആവശ്യമായ എപ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യുന്നത് അതിൻ്റെ ഡ്യൂറേഷൻ. അതാണ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ഓഫ് ആൻ ആക്ടിവിറ്റി ഈസ് ദ ലേറ്റസ്റ്റ് ടൈം ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി ഫിനിഷ്ഡ് വിത്തൗട്ട് ഡിലേയിങ് ദ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്റ്റ്.
അപ്പോൾ ഒരു പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷൻ ഡിലേ ചെയ്യാത്ത രീതിയിൽ എത്ര ലേറ്റായിട്ട് നമുക്കൊരു ആക്ടിവിറ്റീനെ എൻഡ് ചെയ്യിക്കാൻ പറ്റും, ഫിനിഷ് ചെയ്യിക്കാൻ പറ്റും, അതിനാണ് അതിൻ്റെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത്, LFT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഒരു ആക്ടിവിറ്റീൻ്റെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുമ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് അലോവബിൾ ഒക്കറൻസ് ടൈമിന് ഈക്വൽ ആയിരിക്കും. അതായത് ആ ആക്ടിവിറ്റീൻ്റെ ഹെഡ് ഇവൻറ്റിൻ്റെ ലേറ്റസ്റ്റ് അലോവബിൾ ഒക്കറൻസ് ടൈമിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പം ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം LFT ഈസ് ഈക്വൽ ടു എന്താണ്? TLJ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഹെഡ് ഇവൻറ്റ് J ആണെങ്കിൽ അതിൻ്റെ ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈമിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ LFT ഈസ് ഈക്വൽ ടു TLJ. ഓക്കെ, EST ആണെങ്കിൽ ഈക്വൽ ടു TEI ആണ്, EFT ആണെങ്കിൽ TEI പ്ലസ് TIJ ആണ്. ഇനി LFT ആണെങ്കിൽ അതിൻ്റെ TLJക്ക് ഈക്വൽ ആണ്. ഇനി അടുത്തത് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം. ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് വെച്ചാൽ ഒരു ആക്ടിവിറ്റീനെ എത്ര ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാം വിത്തൗട്ട് ഡിലേയിങ് ദ കംപ്ലീഷൻ ഓഫ് ദി പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷൻ അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷനെ ഡിലേ ചെയ്യിക്കാത്ത രീതിയിൽ നമുക്ക് എത്ര ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കൊരു ആക്ടിവിറ്റീനെ സ്റ്റാർട്ട് ചെയ്യിക്കാം, അതാണ് അതിൻ്റെ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം മൈനസ് അതിൻ്റെ ആക്ടിവിറ്റീൻ്റെ ഡ്യൂറേഷനാണ്. ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് വെച്ചാൽ TLJ ആണ്. സോ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ഈസ് ഈക്വൽ ടു ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം മൈനസ് അതിൻ്റെ TEIJ അല്ലെങ്കിൽ TEIJ എന്നാണ് നമ്മൾ പിന്നെ മീൻ പേർഡ് നെറ്റ്വർക്കിൽ റെപ്രസെൻറ്റ് ചെയ്ത് ഇവിടെ സിമ്പിൾ TIJ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു ടൈം എസ്റ്റിമേറ്റ് മാത്രമേ ഉണ്ടാവും. സോ എന്താണ് മീൻ വാല്യൂസ് ഒന്നും കണ്ടുപിടിക്കേണ്ട. അപ്പം ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം മൈനസ് TIJ ആണ് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് വെച്ചാൽ TLJ ആണ്, അതിൻ്റെ ഹെഡ് ഇവൻറ്റിൻ്റെ TL ആണ് മൈനസ് TIJ. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ടിവിറ്റീൻ്റെ 4 ടൈം എസ്റ്റിമേറ്റ് ഇൻ CPM നെറ്റ്വർക്കിൽ. ഇനി നമുക്ക് അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്ലോട്ട് എന്നുള്ളൊരു ടേം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്ലാക്ക് എന്ന് പറയുന്ന ടേമിന് സിമിലർ ആയിട്ട് നമ്മൾ പേർഡ് നെറ്റ്വർക്കിൽ CPM നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുന്നത് CPM നെറ്റ്വർക്കിനകത്ത്. But the term float is associated with activity time. It is analogous to the term slack, which was associated with the event time. Okay, flag denote the range within which an activity start or its finish time may fluctuate without affecting the completion of the project. എന്താണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്? എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ടു ഡിനോട്ട് ദ റേഞ്ച് വിത്തിൻ വിച്ച് ആൻ ആക്ടിവിറ്റി സ്റ്റാർട്ട് ഓർ ഫിനിഷ് ടൈം മേ ബി ഫ്ലക്ച്വേറ്റ് വിത്തൗട്ട് എഫക്റ്റിംഗ് ദ കംപ്ലീഷൻ ഓഫ് ദി പ്രൊജക്റ്റ്. അതായത് ഒരു ആക്ടിവിറ്റീൻ്റെ സ്റ്റാർട്ട് ടൈമോ ഫിനിഷ് ടൈമോ നമുക്ക് എങ്ങനെയൊക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യിക്കാം, എങ്ങനെയൊക്കെ ലാഗ് ചെയ്യിക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഏർലി സ്റ്റാർട്ട് ചെയ്യിക്കാം, ആ ഒരു റേഞ്ച് എത്ര റേഞ്ചിനുള്ളിൽ നമുക്ക് ഈ ആക്ടിവിറ്റീൻ്റെ സ്റ്റാർട്ടിങ്ങും ഫിനിഷ് ടൈമിനെ നമുക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യിക്കാം. ആ ഒരു റേഞ്ചിന് എന്താണ്, ആ ഒരു റേഞ്ച് ഓഫ് ടൈം പീരിയഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെപ്രസെൻ്റ് ചെയ്യുന്ന ഫ്ലോട്ട് എന്ന് പറയുന്ന ടേം റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ എന്താണ്, അങ്ങനെ അത് ആക്ടിവിറ്റീൻ്റെ എന്താണ് ആ പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷൻ ടൈമിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് എത്ര റേഞ്ചിനുള്ളിൽ ഈ ഒരു ആക്ടിവിറ്റീൻ്റെ സ്റ്റാർട്ട് ടൈമും ഫിനിഷ് ടൈമും നമുക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യിക്കാം. ആ ഒരു റേഞ്ചിന് പറയുന്നതാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലോട്ട് എന്ന് പറയുന്നത് 4 ടൈപ്പ് ഉണ്ട്. ടോട്ടൽ ഫ്ലോട്ട്, ഫ്രീ ഫ്ലോട്ട്, ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് ആൻഡ് ഇൻ്റർഫിയറിംഗ് ഫ്ലോട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടോട്ടൽ ഫ്ലോട്ട് എന്താണെന്ന് നോക്കാം. ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടൈം സ്പാൻ ബൈ വിച്ച് സ്റ്റാർട്ടിങ് ഓർ ഫിനിഷിംഗ് ഓഫ് എൻ ആക്ടിവിറ്റി ക്യാൻ ബി ഡിലേ വിത്തൗട്ട് ഡിലേയിങ് ദ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഫ്ലോട്ട്, അതിൻ്റെ ടൈപ്സ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഫ്ലോട്ട് എന്ന് അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത് വെച്ചാൽ എന്താണ്, അതായത് ഒരു ആക്ടിവിറ്റീൻ്റെ സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും നമ്മൾ ഫ്ലോട്ട് എന്ന് പറയുന്ന ടേമിൻ്റെ സിമ്പിളായിട്ട് പറയുന്നത് തന്നെയാണ് ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ആക്ടിവിറ്റീൻ്റെ സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും നമുക്ക് എന്താണ് ഡിലേ ചെയ്യിക്കാം, എത്ര ഡിലേ ചെയ്യിക്കാം വിത്തൗട്ട് ഡിലേയിങ് ദ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. ആ ഒരു ടൈം സ്പാൻ അല്ല, ആ ഒരു റേഞ്ചിനെയാണ് നമ്മൾ ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഏർലിയസ്റ്റ് ഒന്നുകിൽ എന്താണ് അതിൻ്റെ 2 സ്റ്റാർട്ട് ടൈം തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ 2 ഫിനിഷ് ടൈം തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങിൻ്റെയും ആ ഒരു റേഞ്ച് വിത്തിൻ വിച്ച് ദ ആക്ടിവിറ്റി സ്റ്റാർട്ട് ടൈം ഓർ ഫിനിഷ് ടൈം മേ ബി ഫ്ലക്ച്വേറ്റ് വിത്തൗട്ട് എഫക്റ്റിംഗ് ദ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ദി പ്രൊജക്റ്റ്.
അപ്പോൾ ആ ഒരു റേഞ്ച് സ്റ്റാർട്ട് ടൈമിൻ്റെയും ഫിനിഷ് ടൈമിൻ്റെയും ഡിഫറൻസ് ആണ് അതിൻ്റെ ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഒന്നുകിൽ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം മൈനസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം മൈനസ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയും. ഓക്കെ, ഇനി അതിൻ്റെ ഫ്രീ ഫ്ലോട്ട് എന്താണെന്നുള്ള കാര്യം. ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത് നമ്മളെ ടോട്ടൽ ഫ്ലോട്ടിൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ് ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രീ ഫ്ലോട്ട് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഫ്ലോട്ട് മൈനസ് അതിൻ്റെ സ്ലാക്ക് ഓഫ് ദ സക്സീഡിങ് ഇവൻറ്റിൻ്റെ സ്ലാക്ക്, ടോട്ടൽ ഫ്ലോട്ടിൻ്റെ അകത്ത് നിന്ന് സക്സീഡിങ് ഇവൻറ്റിൻ്റെ സ്ലാക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഫ്ലോട്ട് കിട്ടും. ഓക്കെ, ഫ്രീ ഫ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്റ്റാർട്ട് ടൈം തമ്മിൽ ഡിഫറൻസ്, അല്ല 2 ഫിനിഷ് ടൈം തമ്മിൽ ഡിഫറൻസ്. അപ്പോൾ ആ ടോട്ടൽ ഫ്ലോട്ടിൻ്റെ വാല്യൂന്ന് നമുക്ക് അതിൻ്റെ സ്ലാക്കിൻ്റെ വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ സക്സീഡിങ് ഇവൻറ്റിൻ്റെ സ്ലാക്കിൻ്റെ വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഫ്രീ ഫ്ലോട്ട് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഫ്രീ ഫ്ലോട്ട്. ടോട്ടൽ ഫ്ലോട്ട് ആദ്യം കണ്ടുപിടിക്കുക, അതിൻ്റെ അകത്ത് നിന്ന് ആ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റീൻ്റെ സക്സീഡിങ് ഇവൻ്റ് ഏതാണോ അതിൻ്റെ സ്ലാക്ക് വാല്യൂ മൈനസ് ചെയ്യുക. ഇനി അടുത്തത് ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ടാണ്. ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് എന്ന് പറയുന്നത് it is the time by which an activity can be expanded without affecting any other activity, either previous or subsequent. Or independent float is the excess time that exists if the preceding activity ends as late as possible and succeeding activity start as early as possible. അതായത് ഒരു ആക്ടിവിറ്റീൻ്റെ സക്സീഡിങ് ആക്ടിവിറ്റി ഒരു പ്രൊജക്റ്റിലെ എന്താണ് independent float is therefore defined as excess minimum available time over activity duration. ഓക്കെ, അതായത് ഒരു ആക്ടിവിറ്റീനെ നമുക്ക് എങ്ങനെയൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് എഫക്റ്റിംഗ് അതിൻ്റെ പ്രീവിയസ് ആക്ടിവിറ്റീനെയോ അതുപോലെ തന്നെ അതിൻ്റെ പ്രിസീഡിങ് ആക്ടിവിറ്റിനോ സക്സീഡിങ് ആക്ടിവിറ്റീനോ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു ആക്ടിവിറ്റീനെ നമുക്ക് എത്ര ടൈം പീരീഡിനുള്ളിൽ, എത്ര റേഞ്ചിനുള്ളിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, ആ ഒരു റേഞ്ചിനെയാണ് അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വാല്യൂ, ഒരു പെർട്ടിക്കുലർ ഫ്ലോട്ടിൻ്റെ വാല്യൂ അത് ഇൻഡിപെൻഡൻ്റ് ആണ് കമ്പയർ ടു ഇറ്റ്സ് പ്രിസീഡിങ് ആൻഡ് സക്സീഡിങ് ആക്ടിവിറ്റിൻ്റെ ടൈം പീരീഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉള്ളൊരു വാല്യൂ, എത്ര റേഞ്ചിനുള്ളിൽ നമുക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഫ്രീ ഫ്ലോട്ടിൻ്റെ അകത്ത് എന്താണ് അതിൻ്റെ സ്ലാക്ക് സക്സീഡിങ് ഇവൻറ്റിൻ്റെ, അതായത് പ്രിസീഡിങ് ഇവൻറ്റിൻ്റെ സ്ലാക്ക് മൈനസ് ചെയ്താൽ മതി. ഫ്രീ ഫ്ലോട്ട് ആണെങ്കിൽ ടോട്ടൽ ഫ്ലോട്ടിൽ നിന്ന് സക്സീഡിങ് ഇവൻറ്റിൻ്റെ സ്ലാക്ക് മൈനസ് ചെയ്യാം. ഇനി ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് ആണെങ്കിൽ എന്താണ്, ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് ആണെങ്കിൽ അതിൻ്റെ ഫ്രീ ഫ്ലോട്ടിൻ്റെ അകത്ത് അതിൻ്റെ പ്രിസീഡിങ് ഇവൻറ്റിൻ്റെ സ്ലാക്ക് മൈനസ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഇൻ്റർഫിയറിങ് ഫ്ലോട്ടാണ്. ഇൻ്റർഫിയറിങ് ഫ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഹെഡ് ഇവൻ്റ് സ്ലാക്കിന് ഈക്വൽ ആയിരിക്കും. ഒരു ആക്ടിവിറ്റീൻ്റെ ഹെഡ് ഇവൻ്റ് എന്താണോ അതിൻ്റെ ആ ഹെഡ് ഇവൻ്റ് സ്ലാക്കിന് ഈക്വൽ ആയിരിക്കും ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ടോട്ടൽ ഫ്ലോട്ടിൻ്റെയും ഫ്രീ ഫ്ലോട്ടിൻ്റെ ഡിഫറൻസ് എന്നും നമുക്ക് പറയാം. ഓക്കെ, ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കാൻ അപ്പോൾ എന്താണ്, ഒന്നുകിൽ 2 സ്റ്റാർട്ട് ടൈം തമ്മിലെ ഡിഫറൻസ്, അല്ല 2 ഫിനിഷ് ടൈം തമ്മിലെ ഡിഫറൻസ്. ഓക്കെ, ഇനി ഫ്രീ ഫ്ലോട്ട് ആണെങ്കിൽ നമ്മൾ ടോട്ടൽ ഫ്ലോട്ടിൻ്റെ അകത്ത് അതിൻ്റെ SJ മൈനസ് ചെയ്യാം, സക്സീഡിങ് ഇവൻറ്റിൻ്റെ സ്ലാക്ക് മൈനസ് ചെയ്യാം. ഇനി ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് ആണെങ്കിൽ അതിൻ്റെ ഫ്രീ ഫ്ലോട്ടിൻ്റെ അകത്ത് പ്രിസീഡിങ് ഇവൻറ്റിൻ്റെ സ്ലാക്ക് മൈനസ് ചെയ്ത്, ഇതെവിടെ പ്രിസീഡിങ് ആക്ടിവിറ്റി അല്ല, പ്രിസീഡിങ് ഇവൻ്റാണ്. ഓക്കെ, അത് നിങ്ങൾ എഴുതും മാറ്റി ചെയ്താൽ നോട്ടിലേക്ക് എഴുതുമ്പോൾ. ഇനി ഇൻ്റർഫിയറിങ് ഫ്ലോട്ട് ആണെങ്കിൽ എന്താണ്, അതിൻ്റെ സക്സീഡിങ് ഇവൻറ്റിൻ്റെ ഹെഡ് ഇവൻറ്റിൻ്റെ സ്ലാക്ക്, അല്ലെങ്കിൽ സക്സീഡിങ് ഇവൻറ്റിൻ്റെ സ്ലാക്ക്, അല്ലെങ്കിൽ അതിന് ടോട്ടൽ ഫ്ലോട്ടിൻ്റെ ഫ്രീ ഫ്ലോട്ടിൻ്റെ ഡിഫറൻസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ ഉള്ളത്. പിന്നെ എന്താണ് സൂപ്പർ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി, എന്താണ് ക്രിട്ടിക്കൽ, എന്താണ് സബ് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്, അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. അതിൻ്റെ ഫ്ലോട്ടിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി സ്ലോപ്പിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സബ് ക്രിട്ടിക്കൽ ആണെങ്കിൽ നേരെ തിരിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. സൂപ്പർ ക്രിട്ടിക്കൽ എന്ന് പറയുമ്പം അതിൻ്റെ ഫ്ലോട്ടിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും സൂപ്പർ ക്രിട്ടിക്കലിൻ്റെ കേസിൽ. ഓക്കെ, ക്രിട്ടിക്കൽ ആണെങ്കിൽ 0 ആയിരിക്കും. സബ് ക്രിട്ടിക്കൽ ആണെങ്കിൽ ഫ്ലോട്ടിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇതാണ് കേസ്. ഇനി CPM പെർട്ടും തമ്മിലെ ഡിഫറൻസ് ഞാൻ നേരത്തെ പഠിപ്പിച്ചാണ്. CPM ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്, പെർട്ട് ഇവൻ്റ് ഓറിയൻറ്റഡ് ആണ്. CPMൻ്റെ കേസിൽ ഒറ്റ ടൈം എസ്റ്റിമേറ്റേ ഉള്ളൂ, പെർട്ടിൻ്റെ കേസിൽ 3 ടൈം എസ്റ്റിമേറ്റ് ഉണ്ട്. CPM എന്ന് പറയുന്നത് ഡിറ്റർമിനിസ്റ്റിക് അപ്രോച്ചാണ്, പെർട്ട് എന്ന് പറയുന്നത് പ്രോബബിലിസ്റ്റിക് അപ്രോച്ചാണ്.
പിന്നെ CPM-നകത്ത് ക്രിട്ടിക്കൽ പാത്ത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിനെ കണക്ട് ചെയ്തിട്ടാണ്. എന്നാൽ പേർട്ടിനകത്താണ് ക്രിട്ടിക്കൽ ഇവൻറ്റ്സിനെ കണക്ട് ചെയ്തിട്ട്. ഓക്കെ, പിന്നെ CPM എന്ന് പറയുന്നത് കോസ്റ്റാണ് ഗവേണിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. പേർട്ടിനകത്ത് ടൈമാണ് വാല്യൂ ചെയ്യുന്നത്, ടൈമാണ് ഗവേണിംഗ് ഫാക്ടർ. അപ്പോൾ ഇത് ചോദിക്കുന്നതാണ് CPM നെറ്റ്വർക്കും പേർട്ട്ണർ നെറ്റ്വർക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണത്. ഓക്കെ, അതുകൂടി പഠിക്കാം. നമുക്ക് CPM നെറ്റ്വർക്ക് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താണ് ഡിഫറൻസ് എന്നുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഇതുവരെ നമ്മൾ പഠിച്ച പ്രോബ്ലത്തിനകത്ത്. അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എ ബിൽഡിംഗ് പ്രോജക്റ്റ് കൺസിസ്റ്റ് ഓഫ് 10 ആക്ടിവിറ്റീസ് റെപ്രസെൻറ്റഡ് ബൈ എ നെറ്റ്വർക്ക് diagram shown below. The normal duration required to perform various activities are also shown in the network diagram. Compute the event time, activity time, total float and determine the critical path. ഓക്കെ, ഇവൻറ്റ് ടൈമും ആക്ടിവിറ്റി ടൈമും കണ്ടുപിടിക്കുക, ടോട്ടൽ ഫ്ലോട്ടും കണ്ടുപിടിക്കുക, ക്രിട്ടിക്കൽ പാത്തും കണ്ടുപിടിക്കുക. അതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിൻ്റെ കേസിൽ നമുക്കിതിൻ്റെ കേസിൽ ഇത് CPM ആണോ പേർട്ടാണോ എന്ന് മനസ്സിലാക്കാനുള്ളൊരു വഴി എന്ന് പറയുന്നത് ഒന്നിക്കൽ ഏത് ടൈപ്പ് ഓഫ് പ്രൊജക്റ്റാണെന്ന് നോക്കുക. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് സോ അതൊരു CPM നെറ്റ്വർക്ക് ആയിരിക്കും. പിന്നെ അങ്ങനെയല്ലെങ്കിൽ ഈ ആക്ടിവിറ്റീൻ്റെ ടൈം പീരീഡ്, ആക്ടിവിറ്റിക്ക് 3 ടൈം പീരീഡ് തന്നിട്ടുണ്ടെങ്കിൽ അത് പേർട്ട് നെറ്റ്വർക്ക് ആയിരിക്കും. ഒറ്റ ടൈം എസ്റ്റിമേറ്റാണ് തന്നെങ്കിൽ എന്താണത് CPM ആയിരിക്കും. ഓക്കെ, അതാണ് ഡിഫറൻസ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം തന്നിട്ടുണ്ടാകും. ക്വസ്റ്റ്യൻ ഇതിന് വരക്കാനല്ല പറഞ്ഞത്, നെറ്റ്വർക്ക് ഡയഗ്രാം തന്നിട്ടുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ട് ആ നെറ്റ്വർക്ക് ഡയഗ്രത്തിനെ ബേസ് ചെയ്തിട്ട് എല്ലാ ഇവൻസിൻ്റെയും TE ആൻഡ് TL വാല്യൂ കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ Tയും TL വാല്യൂസും ഓരോ ഇവൻറ്റിൻ്റെയും കണ്ടുപിടിക്കുക. ഓക്കെ, അത് ആദ്യം നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യുക. ദെൻ ഇങ്ങനെ ഒരു ടേബുലർ ഫോർമാറ്റ് വരച്ചിട്ട് അതിൻ്റെ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം Tയും ലേറ്റസ്റ്റ് അലൗബിൾ ഒക്കറൻസ് ടൈം TLും കണ്ടുപിടിക്കുക. ഓക്കെ, പിന്നെ ഇവിടെ ഒരു സ്ലാക്ക് എന്നുള്ളൊരു ഇതുണ്ട്, അതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. ആ ഒരു കോളം വേണ്ട, അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട. ഓക്കെ, ആ സ്ലാക്ക് വാല്യൂ കണ്ടുപിടിക്കേണ്ട, ബാക്കിയുള്ള കാര്യങ്ങൾ ടേബുലർ ഫോർമാറ്റിൽ കാണിക്കാം. ഓക്കെ, എന്നിട്ട് അതിനുശേഷം പറഞ്ഞത് ആക്ടിവിറ്റീൻ്റെ ടൈമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതായത് ഫ്ലോട്ട് വെച്ചിട്ടാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണ് ക്വസ്റ്റിനിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവൻറ്റ് ടൈം, ആക്ടിവിറ്റി ടൈം. ഇവൻറ്റിൻ്റെ ടൈം നമ്മൾ കണ്ടുപിടിച്ചും Tയും TLും. അതിന് ആക്ടിവിറ്റീൻ്റെ ടൈമും വേണം, ടോട്ടൽ ഫ്ലോട്ടും വേണം. അപ്പോൾ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ആലോചിക്കാം എന്താണിത് CPM നെറ്റ്വർക്കാണ്. ഓക്കെ, അപ്പം ആക്ടിവിറ്റി ടൈമും കണ്ടുപിടിക്കണം, ഫ്ലോട്ടിൻ്റെ വാല്യൂം ടോട്ടൽ ഫ്ലോട്ടും കണ്ടുപിടിക്കണം. അപ്പോൾ ആക്ടിവിറ്റി ടൈം എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്, നമ്മുടെ 4 എണ്ണം. ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം, ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ഓക്കെ, പിന്നെ അതിൻ്റെ ഫ്ലോട്ടും. അപ്പം ആ ഒരു കോളം എന്ന് പറയുന്നത് ആദ്യം ആക്ടിവിറ്റി, ഓരോ ആക്ടിവിറ്റീൻ്റെ ഡ്യൂറേഷൻ, ദെൻ ഏർലിയസ്റ്റ് ലേറ്റസ്റ്റ്. അപ്പോൾ ഏർലിയസ്റ്റിൻ്റെ അകത്ത് അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് ടൈം എന്നും ഫിനിഷ് ടൈം എന്നും മാർക്ക് ചെയ്തു. അതുപോലെ ലേറ്റസ്റ്റിന് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്നും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്നും മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുമ്പോൾ EST എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പഠിച്ചത്, TEI എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ആണെങ്കിൽ എന്താണ്, ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം പ്ലസ് അതിൻ്റെ ആക്ടിവിറ്റിൻ്റെ TIJ ആണ്. ഓക്കെ, ഇനി ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ആണെങ്കിൽ എന്താണ്, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം മൈനസ് TIJ. ഇനി ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ആണെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ചത്, അതിൻ്റെ TLJ. ഓക്കെ, അപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കണം. ഈ അറിയെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യം ഈ സ്റ്റാർട്ട് ടൈമിനകത്ത് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമിൻ്റെ ഇക്വേഷൻ എഴുതി വെക്കുക, ഫിനിഷ് ടൈമിൻ്റെ കോളത്തിൽ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമിൻ്റെ ഇക്വേഷൻ എഴുതി വെക്കുക, ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈമിൻ്റെ കോളത്തിൽ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈമിൻ്റെ ഇക്വേഷൻ എഴുതുക, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമിൻ്റെ കോളത്തിൽ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമിൻ്റെ ഇക്വേഷൻ എഴുതി വെക്കുക. ഓക്കെ, പിന്നെ ആക്ടിവിറ്റി കോളത്തിൽ IJ എന്നും കൂടി മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഡ്യൂറേഷൻ TIJ. ഓക്കെ, പിന്നെ ടോട്ടൽ ഫ്ലോട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞു, ഒന്നുകിൽ 2 സ്റ്റാർട്ട് ടൈമിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ 2 ഫിനിഷ് ടൈമിൻ്റെ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ അതുകൂടി ഇവിടെ വേറൊരു കോളം വെച്ചിട്ട് അതും മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി എല്ലാ ആക്ടിവിറ്റീസും മാർക്ക് ചെയ്തു, അതിൻ്റെ ഡ്യൂറേഷൻ മാർക്ക് ചെയ്തു. ഇനി ഓരോ ആക്ടിവിറ്റീൻ്റെയും ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, ആക്ടിവിറ്റി ഡ്യൂറേഷൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം കണ്ടുപിടിക്കാം. അപ്പോൾ ആക്ടിവിറ്റി 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റിൻ്റെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് വെച്ചാൽ TEI ആണ് ഇക്വേഷൻ. അതായത് അതിൻ്റെ ith ഇവൻറ്റ് പ്രിസീഡിങ് ഇവൻറ്റിൻ്റെ TE വാല്യൂ. അപ്പോൾ 1 to 2 എന്ന് പറയുമ്പോൾ 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റി ആണെങ്കിൽ പ്രിസീഡിങ് ഇവൻറ്റ് അതാണ് 1 ആണ് പ്രിസീഡിങ് ഇവൻറ്റ്, 2 ആണ് സക്സീഡിങ് ഇവൻറ്റ്. അപ്പോൾ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുമ്പോൾ ഈ ആക്ടിവിറ്റിൻ്റെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുമ്പോൾ TEI ഓഫ് ഏതാണ് ഇവൻറ്റ് 1, ഇവൻറ്റ് 1ൻ്റെ TE വാല്യൂ അത് എത്രയാണ് 0. സോ അത് 0 വന്നു. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് 2 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റി, അവിടെ ith ഇവൻറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഓഫ് ഇവൻറ്റ് 2, അങ്ങനെ TEI അവിടെ 5 വന്നു. ഓക്കെ,
പിന്നെ അതുപോലെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുമ്പോൾ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമിൻ്റെ കൂടെ അതിൻ്റെ TIJ വാല്യൂ ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഓരോ ആക്ടിവിറ്റീൻ്റെയും നമ്മൾ കണ്ടുപിടിക്കാം. എന്നിട്ട് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമും ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും കണ്ടുപിടിക്കാം. പിന്നെ അതിനുശേഷം ലേറ്റസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ആദ്യം കണ്ടുപിടിക്കാം. ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ TLJ ആണ്. അപ്പോൾ 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റീൻ്റെ അകത്ത് ആദ്യത്തെ ഇവൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? 1 to 2 ആണെങ്കിൽ 2 ആണ്. അപ്പോൾ സെക്കൻഡ് ഇവൻറ്റിൻ്റെ TLJ വാല്യൂ ആണ് അതിൻ്റെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സെക്കൻഡ് ഇവൻറ്റിൻ്റെ ഏർലിയസ്റ്റ് ലേറ്റസ്റ്റ് ലോബിൾ ഒക്കറൻസ് ടൈം TL വാല്യൂ എത്രയാണെന്ന് നോക്കാം. അതാണ് അതിൻ്റെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. അത് 5 ആണ്. സോ അത് 5. ഇനി ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുമ്പോൾ 5 മൈനസ് അതിൻ്റെ TL വാല്യൂ 5 ആണ്. സോ 5 മൈനസ് 5 0 വരും. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. സെക്കൻഡ് ആക്ടിവിറ്റിൻ്റെ കേസിൽ 2 to 3 3 ഇവൻറ്റ് നമ്പർ 3 ആണ് അതിൻ്റെ ജെത്ത് ഇവൻ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ TL വാല്യൂ ആണ് അതിൻ്റെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. അത് 8 ആണ്. ദെൻ ആ 8ൻ്റെ അകത്ത് നിന്ന് അതിൻ്റെ ഡ്യൂറേഷൻ 2 മൈനസ് ചെയ്യുക. 8 മൈനസ് 2 അപ്പോൾ എന്ത് വരും? 6 വരും ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. അങ്ങനെ എല്ലാ ആക്ടിവിറ്റിനെയും കണ്ടുപിടിക്കാം. ഇനി അതിന് ശേഷം അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കാം. ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ 2 ഫിനിഷ് ടൈമിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ 2 സ്റ്റാർട്ട് ടൈമിൻ്റെ ഡിഫറൻസ്. ഇനി ഈ ടോട്ടൽ ഫ്ലോട്ട് 0 ആവുന്ന ഇവൻറ്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന പാത്താണ് അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ ടോട്ടൽ ഫ്ലോട്ട് 0 ആവുന്ന ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം, ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ആക്ടിവിറ്റീസിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന പാത്താണ് അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഇവൻ്റ് അല്ല, ആക്ടിവിറ്റിയാണ്, അത് ശ്രദ്ധിക്കാം. ഓക്കെ, CPM നെറ്റ്വർക്ക് ആയതുകൊണ്ട്. അപ്പം ടോട്ടൽ ഫ്ലോട്ട് 0 ആവുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് 1 to 2 ആണ്. സോ 1 to 2 വരും. ദെൻ 2 to 4 ആണ്. ദെൻ 1 to 2, ദെൻ 2 to 4. അതിനുശേഷം 0 വരുന്നത് 4 to 5 ആണ്. സോ 4 to 5. ദെൻ 0 വരുന്നത് 5 to 8 ആണ്. 5 to 8. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത്. 1 to 2, 2 to 4, 4 to 5, 5 to 8. 1 2 4 5 8 എന്ന് പറയുന്ന പാത്താണ് ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ CPM നെറ്റ്വർക്കിനകത്ത് പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് CPM നെറ്റ്വർക്ക് വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യാൻ വന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ടേബിളർ കോളം ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, നിങ്ങൾ ഈ നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചിട്ട് അതിൽ അതിൻ്റെ വാല്യൂയും TL വാല്യൂയും കണ്ടുപിടിച്ചാൽ മതി. ഈ ഒരു ടേബിളർ കോളം വരച്ച് വീണ്ടും Tയും TLും ടേബിളർ കോളത്തിൽ ചെയ്ത് അതിനുശേഷം ഈ ഓരോ ആക്ടിവിറ്റീൻ്റെ ഡ്യൂറേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ആക്ടിവിറ്റീൻ്റെ സ്റ്റാർട്ട് ടൈമും ഏർലിയസ്റ്റ് സ്റ്റാർട്ടും ഏർലിയസ്റ്റ് ഫിനിഷും ലേറ്റസ്റ്റ് സ്റ്റാർട്ടും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും ഒരു ടേബിളർ കോളം വരച്ച് അതിലും വാല്യൂസ് കണ്ടുപിടിച്ച് ഫ്ലോട്ടും കണ്ടുപിടിച്ചൊക്കെ വരുമ്പോഴേക്ക് നിങ്ങൾ എക്സാമിൽ ഒരു 1 hour ഒരു 45 minutes അങ്ങനെ പോകും. ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മാർക്കിനോ 15 മാർക്കിനോ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും സമയം പോകും. നിങ്ങൾ അത്രയും സ്പീഡിൽ ചെയ്യുന്ന ഒരാളാണ് എങ്ങനെയായാലും നിങ്ങൾക്ക് എന്തായാലും ഇത് ചെയ്ത് വരുമ്പോഴേക്ക് ഒരു half an hour എന്തായാലും 20 minutes എന്തായാലും ഇത്രയും ചെയ്ത് വരുമ്പോഴേക്ക് നെറ്റ്വർക്ക് ഡയഗ്രം കൂടി വരക്കാനുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അതുകൊണ്ട് നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, CPM നെറ്റ്വർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ ഫ്ലോട്ട് കണ്ടുപിടിക്കാനുള്ള കേസസ് വന്നാൽ മാത്രം ഈ ഒരു ടേബിളർ ഫോം കൂടി വരക്കേണ്ട കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ടേബിൾ നിങ്ങളങ്ങ് സ്കിപ്പ് ചെയ്യാം. അതായത് ഇവൻറ്റിൻ്റെ ടൈം കണ്ടുപിടിക്കുന്ന ടേബിൾ നിങ്ങൾ വരച്ച് ചെയ്യണ്ട. നിങ്ങളത് നെറ്റ്വർക്കിൽ തന്നെ കണ്ടുപിടിച്ചിട്ട് 1-2 ഇവൻറ്റ്സിൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിനുള്ള ഈക്വേഷൻസും അവിടെ എഴുതിയിട്ട് ആ ഒരു 1-2 ഇവൻറ്റിനെ മാത്രം കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ എഴുതിയിട്ട് മാനുവലി എഴുതിയിട്ട് 1-2 ഇവൻറ്റിനെ കണ്ടുപിടിക്കുക. ആ ഒരു സ്റ്റെപ്പ് അവിടെ കാണിക്കുക. ദെൻ ബാക്കിയുള്ള എല്ലാ ഇവൻറ്റ്സിൻ്റെയും ഈ നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് വെക്കുക. ഈ ഒരു ടേബിൾ വരച്ച് വരക്കണ്ട. എന്താ വെച്ചാൽ സമയം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് പറയുന്ന കാര്യമാണ്. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ വരച്ചോ, ഒരു പ്രശ്നവുമില്ല, വരച്ചാൽ അത്രയും നല്ലത്. പക്ഷേ സമയമില്ലാതെ കേസ് വരുമ്പോൾ ഈ ടേബിൾ വരക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഡയറക്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രത്തിൻ്റെ അത് മാർക്ക് ചെയ്യുക. 1-2 കേസ് ഇവൻറ്റ്സിൻ്റെ മാത്രം കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പും അവിടെ എഴുതുക. അതിനുശേഷം ഈ ഒരു ഡയഗ്രാം ഈ ഒരു ടേബിളർ ഫോം വരച്ചിട്ട് ആക്ടിവിറ്റീൻ്റെ ലേറ്റസ്റ്റും ഏർലിയസ്റ്റും ടൈം കണ്ടുപിടിക്കുക, ഫ്ലോട്ടും കണ്ടുപിടിക്കുക. ദെൻ ഫ്ലോട്ട് 0 ആവുന്ന പാത്തിന് ക്രിട്ടിക്കൽ പാത്തായിട്ട് മാർക്ക് ചെയ്യുക. ക്രിട്ടിക്കൽ പാത്ത് നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ എന്തായാലും മാർക്ക് ചെയ്യണം, അത് മറക്കാൻ പാടില്ല. ഡാർക്കൺ ചെയ്തിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. എന്നാൽ പേർട്ട് നെറ്റ്വർക്കിൻ്റെ കേസ് വന്നാൽ നമ്മൾ എന്തായാലും എന്ത് വേണം,
ടേബുലർ ഫോർമാറ്റിൽ നെറ്റ്വർക്കിലും കാണിക്കണം. അതിനുശേഷം നമ്മൾ ടേബുലർ ഫോർമാറ്റിൽ കൂടി വരച്ച് കാണിക്കുക. CPMൻ്റെ കേസാണെങ്കിൽ നെറ്റ്വർക്കിൽ മാത്രം മതി, ഈ ഒരു സംഭവം വേണ്ട. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ടേബിൾ വരച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള പ്രോബ്ലംസ് ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു 3 പ്രോബ്ലം ഉണ്ട് ഇനി വരുന്നത്. ആ 3 പ്രോബ്ലം ഇതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല 3 പ്രോബ്ലംസും. അപ്പോൾ അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു പ്രോബ്ലത്തിനകത്ത് നിങ്ങൾ മിക്കവാറും ഏതെങ്കിലും ഒരു ഫ്ലോട്ട് കാണാനേ പറയുള്ളൂ. ഈ ഒരു പ്രോബ്ലത്തിനകത്ത് ഞാൻ ടോട്ടൽ ഫ്ലോട്ടും ഫ്രീ ഫ്ലോട്ടും ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ടും എല്ലാം കണ്ടുപിടിക്കുന്ന 3 ഫ്ലോട്ടും കണ്ടുപിടിക്കുന്ന ഒരു കേസാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫ്ലോട്ട് ആണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ട് ടൈം 2 സ്റ്റാർട്ട് ടൈം മൈനസ് ചെയ്യുക, 2 ഫിനിഷ് ടൈം മൈനസ് ചെയ്യുക. ഇനി ഫ്രീ ഫ്ലോട്ട് ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഫ്ലോട്ടിനകത്ത് ഓരോ ഇവൻറ്റിൻ്റെയും സക്സീഡിങ് ഇവൻറ്റിൻ്റെ സ്ലാക്കാണ് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം എന്ത് വേണം, ഇവിടെ ഒരു എക്സ്ട്രാ ഒരു സ്ലാക്കിൻ്റെ ഒരു കോളം കൂടി നിങ്ങൾ അവിടെ മാർക്ക് ചെയ്യുക. ഓരോ ഇവൻറ്റിൻ്റെയും സ്ലാക്കും കൂടി കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ ഫ്ലോട്ടിൽ നിന്ന് അതിൻ്റെ സക്സീഡിങ് ഇവൻറ്റിൻ്റെ സ്ലാക്ക്, ഓക്കെ, ജെത്ത് ഇവൻറ്റിൻ്റെ സ്ലാക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീ ഫ്ലോട്ട് കിട്ടും. ഇനി ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് ആണെങ്കിൽ അതിൻ്റെ ഫ്രീ ഫ്ലോട്ടിനകത്ത് നിന്ന് അതിൻ്റെ പ്രിസീഡിങ് ഇവൻറ്റിൻ്റെ സ്ലാക്ക് മൈനസ് ചെയ്യുക. അപ്പോൾ പ്രിസീഡിങ് ഇവൻറ്റിൻ്റെ സ്ലാക്കിൻ്റെ ഒരു കോളം കൂടി വരച്ചിട്ട് അതിൻ്റെ ഫ്രീ ഫ്ലോട്ടിൽ നിന്ന് ആ വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ടും കിട്ടും. അതേ ഈ ഒരു കേസിൽ ഡിഫറൻസ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ഈ പ്രോബ്ലംസ് കൂടി. അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കേസസാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ് പേർട്ട്, എന്താണ് CPM, അതിൻ്റെ ഡിഫറൻസ്, അതുപോലെ തന്നെ ഫ്ലോട്ട് എന്താ, സ്ലാക്ക് എന്താ, ഫ്ലോട്ടിൻ്റെ ടൈപ്സ് എന്താ, അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രോബ്ലം ഒന്നുകിൽ CPM മെത്തേഡിൽ അല്ലെങ്കിൽ പേർട്ടിൽ ഏതെങ്കിലും ഒരു മെത്തേഡിൽ ഒരു പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബാർ ചാർട്ട് എന്താ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലുള്ളത്. ഓക്കെ.